അടുക്കുവാൻ കാലാകാലങ്ങളിലായി അനേകം കാര്യങ്ങൾ ചെയ്തു വരികയാണ്. എന്നാൽ അതൊന്നും ദൈവിക നീതിക്ക് ഒത്തവണ്ണം ആയിരുന്നില്ല. ഇന്നും പലപ്പോഴും പലരുടെയും ദൈവവുമായി ബന്ധപ്പെടുവാൻ, ദൈവത്തോട് അടുക്കുവാൻ ചെയ്യുന്ന പ്രക്രിയകൾ അത് ദൈവം സ്വീകരിക്കുന്നവയല്ല. മനുഷ്യൻ വിവിധ ജാതി മതസ്ഥർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണല്ലോ വലമ്പൂര്. അത് എനിക്ക് നന്നായിട്ടറിയാം. ഞങ്ങളിവിടെ ഒരു മതത്തിൻ്റെയും കാര്യങ്ങളല്ല പറയുന്നത്. തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുന്നത് കൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും ആളുകളായിട്ടല്ല ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ദൈവ സന്ദേശവുമായി ദൈവദാസന്മാരാണ് കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില ആത്മിക വിഷയങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ടുള്ളത്. പലപ്പോഴും ഈ പ്രദേശങ്ങളിൽ വിവിധ നിലകളിൽ കൺവെൻഷനായിട്ടും അതുപോലെ പരസ്യയോഗങ്ങളായിട്ടും അതുപോലെ കോർണർ മീറ്റിങ്ങുകൾ, കോട്ടേജ് മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാം. എന്നാൽ ഒരു പ്രാവശ്യം കൂടെ ഈ സന്ദേശമൊന്ന് അറിയിക്കാനുള്ള വ്യഗ്രത എന്ന് പറയുന്നത്, നാം ഇന്ന് പത്രങ്ങളെടുത്ത് നോക്കിയാൽ, വാർത്താ മാധ്യമങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ, അതല്ലെങ്കിൽ TV ഒന്ന് തുറന്നാൽ യുദ്ധത്തിൻ്റെ ശ്രുതിയാണ് ആദ്യം കേൾക്കുന്നത്. യുദ്ധവും യുദ്ധശ്രുതികളും കേൾക്കാത്ത ഒരു ദിവസമെങ്കിലും ഉണ്ടോ? ഇല്ല എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. ഇതെല്ലാം കാണുമ്പോൾ മനുഷ്യപുത്രന്റെ വരവ് വാതിൽക്കലായിരിക്കുന്നു. അതായത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ സമയം ആഗതമായി. അതിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. അന്ത്യകാലത്തെ ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും വീമ്പ് പറയുന്നവരും ഉഗ്രന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും ദാർഷ്ട്യക്കാരും നിഗളികളും ഭോഗപ്രിയരുമായി ഭക്തിയുടെ വേഷം മാത്രം ധരിച്ചു നടക്കുന്ന ഈ അന്ത്യകാലഘട്ടത്തിൽ യുദ്ധവും യുദ്ധശ്രുതികളും ജാതിയോട് എതിർക്കുന്നു, രാജ്യത്തോട് എതിർക്കുന്നു. കുടുംബങ്ങളിൽ പോലും ശിഥിലത വരുന്നു. ശിഥിലമായ കുടുംബങ്ങൾ അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. വഴിതെറ്റുന്ന തലമുറകൾ. ഞങ്ങളുടെ കയ്യിൽ ചില ട്രാക്റ്റുകളൊക്കെ ഉണ്ട്. നമ്മുടെ മക്കൾ ഏതു വഴിയിൽ, നമ്മുടെ തലമുറ എങ്ങോട്ട് എന്ന് തലവാചകത്തിലുള്ള ഹെഡിങ് എഴുതിയ ചില ട്രാക്റ്റുകളൊക്കെ ഉണ്ട്. തലമുറയെ കുറിച്ച് ഓർത്ത് വിഷമിക്കാത്ത ഏതെങ്കിലും മാതാപിതാക്കളുണ്ടോ? ഉണ്ടെങ്കിൽ അവർ യഥാർത്ഥ മാതാപിതാക്കൾ അല്ലെന്ന് വേണം കരുതാൻ. കാരണം സ്കൂളിലും കോളേജിലും ഒക്കെ വിട്ടിട്ട് അവർ മടങ്ങി വരുന്നത് വരെ മാതാപിതാക്കൾ നെഞ്ചിൽ തീയുമായിട്ടാണ് കഴിഞ്ഞുകൂടുന്നത്. എന്താ കാരണം? സുരക്ഷിതമല്ലാത്ത ഇടത്തേക്കാണ് അവർ പോകുന്നത്. പ്രായമുള്ളവരൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കാമായിരുന്നു. സ്കൂളിൽ പോയാൽ അവിടെ അവർ